അട്ടപ്പാടി മൂപ്പിൽ നായരുടെ ഭൂമി വിവാദത്തിൽ തെളിവെടുപ്പ് നടത്തി രജിസ്ട്രേഷൻ വകുപ്പ് അധികൃതർ. മൂപ്പിൽ നായരുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി വൻതോതിൽ ഭൂമി കച്ചവടം നടക്കുന്നുവെന്ന ആധാരമെഴുത്തുകാരുടെ പരാതിയെ തുടർന്നാണ് ഉത്തരമേഖല DIG KC മധു തെളിവെടുപ്പിനെത്തിയത്. അട്ടപ്പാടി അഗളി സബ് രജിസ്ട്രാർ ഓഫീസിലെത്തിയാണ് DIG മൊഴി രേഖപ്പെടുത്തുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്തത്. 2 ആഴ്ചയ്ക്കുള്ളിൽ റവന്യൂ IGക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. മണ്ണാർക്കാട് മൂപ്പിൽ നായരുടെ പിൻഗാമികൾ രജിസ്റ്റർ ചെയ്തു നൽകുന്ന ഭൂമിയുടെ ആധികാരികത പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് ആധാരമെഴുത്ത് അസോസിയേഷൻ വകുപ്പ് മന്ത്രിമാർക്ക് പരാതി നൽകിയിരുന്നത്. അട്ടപ്പാടിയിലെ കോട്ടത്തറ വില്ലേജിൽ മാത്രം മണ്ണാർക്കാട് മൂപ്പിൽ നായരുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി 300 ഏക്കറിലധികം ഭൂമി അടുത്ത കാലത്ത് കൈമാറ്റം നടത്തിയതായും അട്ടപ്പാടി ട്രൈബൽ താലൂക്കിലെ 6 വില്ലേജിലും മൂപ്പിൽ നായരുടെ പേരിൽ ഭൂമി കൈമാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അസോസിയേഷൻ ആരോപിക്കുന്നു. അഗളി സബ് രജിസ്ട്രാർ ഓഫീസിൽ സാധാരണഗതിയിൽ ആധാരം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഭൂമിയുടെ ഒറിജിനൽ ആധാരം, നികുതി രസീത്, വനംവകുപ്പിന്റെ നിരാക്ഷേപ പത്രം, മിച്ചഭൂമി പരിധിയിലോ ആദിവാസി ഭൂമിയുടെ പരിധിയിലോ ഉൾപ്പെട്ടതല്ലെന്നുള്ള വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രം, തണ്ടപ്പേപ്പർ സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമാണ്. എന്നാൽ മൂപ്പിൽ നായരുടെ അവകാശികളുടെ ഭൂമിക്ക് ആധാരമോ പട്ടയമോ മറ്റു റവന്യൂ രേഖകളോ ഒന്നും തന്നെയില്ലെന്നും എന്നിട്ടും 100 കണക്കിന് ഏക്കർ ഭൂമി നിലവിൽ രജിസ്റ്റർ ചെയ്തുവെന്നും ആക്ഷേപമുണ്ട്. വ്യാജ ആധാരങ്ങൾ ചമച്ചുവെങ്കിൽ ഈ ആധാരങ്ങൾ റദ്ദ് ചെയ്യണമെന്നും അതിനു കൂട്ടുനിന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നുമാണ് ആധാരമെഴുത്തുകാർ ആവശ്യപ്പെടുന്നത്. അട്ടപ്പാടിയിൽ അഗളി രജിസ്റ്റർ ഓഫീസിൽ മാത്രം ഇപ്പോൾ 254ഓളം രജിസ്ട്രേഷനുകളാണ് മൂപ്പിൽ നായരുടെ അവകാശികൾ എന്ന് പറയുന്നവർ ആധാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള രജിസ്ട്രേഷൻ നടക്കുന്നത് മൂലം യഥാർത്ഥ അവകാശികൾക്ക് അതുമായി ബന്ധപ്പെട്ട അവരുടെ വസ്തുക്കൾക്ക് തണ്ടപ്പേർ പിടിക്കാനോ ഭൂനികുതി അടയ്ക്കുവാനോ സാധിക്കാത്ത അവസ്ഥയാണ്. യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ് ഇത്തരം രജിസ്ട്രേഷനുകൾ ഇത്രത്തോളം ഭൂമി രജിസ്റ്റർ നടപടികൾ നടന്നു വരുന്നത്. അട്ടപ്പാടിയെ സംബന്ധിച്ചോളം ആദിവാസികളും വനപ്രദേശവുമായതുകൊണ്ട് ഇവിടെ ഭൂമി രജിസ്ട്രേഷന് വില്ലേജിൽ നിന്നുള്ള ഭൂനികുതി, ROR, അതായത് റൈറ്റ്സ് ഓഫ് റെക്കോർഡ്, കൈവശരേഖ മുതലായ എല്ലാ രേഖകളുണ്ടെങ്കിൽ മാത്രമേ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുന്ന സാഹചര്യത്തിലാണ് യാതൊരു രേഖയുമില്ലാതെ പണ്ടത്തെ ഏതൊരു സുപ്രീം കോടതിയുടെ വിധി അത് നടപ്പിലായിട്ടുണ്ടോ എന്ന് പോലും അറിയാത്ത ഒരു വിധിയുടെ ബലത്തിന്മേൽ കോട്ടത്തറ വില്ലേജ് ഓഫീസർ കൊടുത്ത ഒരു റിപ്പോർട്ടിന്മേൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി അത് സർക്കാരിൻ്റെ അധീനതയിലുള്ളതും ആദിവാസികൾക്കും ചെങ്ങല ഭൂസമരക്കാർക്ക് പോലും മിച്ചഭൂമിയായി പതിച്ചു കൊടുത്തിട്ടുള്ളതുമായ ഭൂമിക്ക് ഇപ്പോൾ ആരും തന്നെ ഭൂനികുതി അടയ്ക്കുന്നില്ല എന്ന ഒരു രേഖയുടെ അടിസ്ഥാനത്തിലും എവിടെ നിന്നും അട്ടപ്പാടി താലൂക്കിലുണ്ടായിരുന്ന ഹെഡ് സർവേയർ നൽകിയ ഒരു സർവേ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഇത്തരം രജിസ്ട്രേഷനുകൾ നടക്കുന്നത്. വളരെ വിചിത്രമായ രീതിയിലാണ് ഈ നടപടികൾ നടന്നു വരുന്നത്. UTV ന്യൂസ്, പാലക്കാട്.